എല്ലാവർക്കും നമസ്കാരം. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളോടാണ് കേട്ടോ ഇന്ന് ദിവസം 30/12/2025 അല്ലേ. വളരെ വേദനാജനകമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ കണ്ടു. തമിഴ്നാട്ടിൽ ഒരു ട്രെയിനിൽ പോകുമ്പോൾ ഒരു പയ്യൻ ഇവർ കുറച്ച് കുട്ടികൾ വടിവാളൊക്കെ വീശിയിട്ട് മൊബൈലിൽ റീൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മേത്ത് തട്ടുമെന്ന് പറഞ്ഞൊരൊറ്റ കാരണത്തിന് ആ പയ്യനെ ട്രെയിനിൽ നിന്ന് വലിച്ചിറക്കി വെട്ടി നുറുക്കി ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ കുട്ടികളും ലഹരികളാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ലഹരി എന്ന് നിങ്ങളോട് പറയുമ്പോൾ ലോകരാജ്യങ്ങൾ വരെ നമ്മൾ എതിർക്കുന്ന ലഹരികളാണ് ഈ പറയുന്ന MDMA പോലത്തെ സിന്തറ്റിക് ഡ്രഗുകൾ. ഒരാൾ അയാളുടെ ഒരു വീട്ടിൽ ഒരു റൂമിലിരുന്നിട്ട് ഇവനുണ്ടാക്കുന്നതാണിത്. അതുപോലെ ഈ LSD പോലത്തെ സ്റ്റാമ്പുകൾ അല്ല, ഇപ്പോൾ കഞ്ചാവുകൾ, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക. നമ്മളെല്ലാവരും ഒരു സമൂഹം മൊത്തത്തിൽ അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് തരുന്ന ഒരാൾ ചിലപ്പോൾ ഇതിൻ്റെ സുഖങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. നിങ്ങളും ചിലപ്പോൾ അത് ഉപയോഗിച്ച് വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടാവാം. എൻ്റെ പൊന്നുമക്കൾ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇത് കുറച്ച് നാളത്തെ ഒരു സുഖം മാത്രമേ നിങ്ങൾക്കുള്ളൂ അല്ലേ. നമ്മൾ പിടിച്ചിട്ടുള്ള ഇത്രയധികം കേസുകൾ, ഇത്രയധികം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇന്ന് ഈ കാട്ടിക്കൂട്ടുന്ന ലഹരിപരമായിട്ടുള്ള കേസുകളിൽ അകപ്പെട്ടിട്ടുള്ള കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും തന്നെ എല്ലാ കുട്ടികളും തന്നെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ കുട്ടികളായിരുന്നില്ല. ലഹരി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കുറച്ച് കാലത്തെ ഉപയോഗങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ തലച്ചോറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ പറയുന്ന ലഹരികൾ നശിപ്പിക്കുകയാണ് അല്ലേ. നിങ്ങളുടെ സന്തോഷം, ദേഷ്യം, വിഷമം, ഒരു തരത്തിലുള്ള വികാരങ്ങളെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലേ. സ്വന്തം അമ്മ പൈസ ചോദിക്കുമ്പോൾ ആ അമ്മയോട് പൈസ ഇല്ല എന്ന് അമ്മ പറഞ്ഞതിന് അമ്മേനെ വെട്ടിക്കൊന്ന മകൻ, സ്വന്തം അമ്മ കിടന്നുറങ്ങുമ്പോൾ അമ്മേനെ പീഡിപ്പിക്കുന്ന മകൻ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരി ഗർഭിണിയാവാണ്. കേസെടുക്കുമ്പോൾ അന്വേഷണത്തിന് ഞങ്ങൾ എത്തുന്നത് +1 പഠിക്കുന്ന അവൻ്റെ സഹോദരനാണ്. ഈ പറയുന്ന ഒരു കുടുംബത്തിൽ 5 പേരെ ഒരു മകൻ വെട്ടിക്കൊല്ലുകയാണ്. ഇതുപോലെ നിരന്ന് കെടുക്കുകയാണ് നമുക്ക് പറയാനുള്ള കേസുകൾ. ഈ കേസുകളിലൊക്കെ അവസാനം പോയിൻ്റ് ചെയ്യുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരിയുടെ ഉപയോഗമാണ്. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലേ. നമ്മുടെ നാട് അത്രയും അപകടാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ അടുത്ത അല്ലേ, ആ രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് അല്ലേ, നട്ടെല്ലാണ് ഇന്നത്തെ യുവാക്കൾ. ആ യുവ സമൂഹമാണ് ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ നടന്നല്ലേ പോലീസിൻ്റെ വഴികളുള്ള കേസുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്വയം വിചാരിക്കാതെ അല്ലേ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ MDMA പോലത്തെ ലഹരികളൊന്നും പെട്ടെന്ന് ആദ്യത്തെ ഉപയോഗത്തിലൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. ഒന്ന് തിരിച്ചു പോലും വരാൻ പറ്റാത്ത അത്രയും ഭീകരമായ അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്തിപ്പെടുന്നത്. നിങ്ങളുടെ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ, സന്തോഷം, ദേഷ്യം, വിഷമം ഒന്നും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാണ്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഉപയോഗങ്ങൾ നാളെ നിങ്ങളും അതിലേക്ക് എത്തിപ്പെടും. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരിക, പോലീസുകാരെ കാണുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. എല്ലാ ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം പോലീസിൻ്റെ ഭാഗത്തുണ്ട്. ഇത്ര മാത്രം നിങ്ങളോട് പറയാനുള്ളൂ.